പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ചായത്തോട്ടങ്ങളും നിറഞ്ഞ നമ്മുടെ സ്വന്തം കേരളം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവം അപാരം തന്നെ. ഇതൊക്കെ കണ്ടു വളർന്ന ഞാൻ എൻ്റെ ഓസ്ട്രിയയിലേക്കുള്ള യാത്ര മധ്യേ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റൊരു മഹനീയമായ കാഴ്ചകൾ, മഞ്ഞു മൂടിക്കിടക്കുന്ന കാർമേഘങ്ങളും അതേപോലെ വെളുത്ത പർവ്വതാനി വിരിച്ച പോലെയുള്ള മലകളും. ഞാൻ എൻ്റെ ഫോണെടുത്ത് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതാ പെട്ടെന്ന് കാർമേഘങ്ങളെ കീഴ്മുറിച്ചുകൊണ്ട് ഒരു വിമാനം ശരവേഗത്തിൽ ഞാൻ സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ താഴെ കൂടി പറന്നു പോകുന്നു. ഇങ്ങനെ പലപ്പോഴും കാണാറുണ്ടെങ്കിലും ഫോണെടുത്ത് ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അത് പറന്നകത്തിട്ടുണ്ടാവും. ഇന്ന് അൽഹംദുലില്ലാഹ് അതെനിക്ക് കിട്ടി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ആ സമയത്ത് ഒരു വേള ഞാൻ ചിന്തിച്ചു പോയി, ആകാശത്തിൽ പരസ്പരം ഇത്തരം വിമാനങ്ങൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു അപകടവുമില്ലാതെ കൃത്യമായ വഴികളിലൂടെ, അതേപോലെ സൂര്യനും ചന്ദ്രനും ഓരോ നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്നു. സൂര്യനും ചന്ദ്രനും പോലും അവരുടെ പാത വിട്ടു പോകാതെ റബ്ബിൻ്റെ നിയമത്തിൽ ഈ വിമാനങ്ങളും സുരക്ഷിതമെങ്കിൽ അവനിൽ ആശ്രയിക്കുന്ന നമ്മുടെ ജീവിതം എത്ര സുരക്ഷിതം. ആകാശത്ത് ഉയർന്നു പോകുമ്പോൾ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ മുകളിലൂടെ ചിറകുകൾ വിരിച്ചും അടച്ചും പറക്കുന്ന പക്ഷികൾ നമ്മൾ കാണുന്നില്ലേ? അവയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം യറൗ ഇലാ തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദന മാ യംസികുന ഇല്ലാ റഹ്മാൻ. പക്ഷികളെ ആകാശത്ത് താഴ്ന്നു നിർത്തുന്നത് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഇത്രയധികം ആളുകളെ വഹിച്ചു പോകുന്ന ഈ വിമാനം ഇത്ര ഉയരത്തിൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നത് ആരുടെ കാവലിലാണ്? യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിലുമല്ല, പക്ഷേ അല്ലാഹുവിൻ്റെ കരുണയിൽ. സൂര്യനും ചന്ദ്രനും ആകാശവും നമ്മുടെ ജീവിതവും എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അവൻ എല്ലാം കാണുന്നവനാണ്.